സാർ എന്താണ് വേണ്ടത്? പെട്ടെന്ന് 2 കോഫി എടുക്കുക. ശരി സാർ, നിങ്ങൾ നല്ല ചേർച്ചയാണ് സാറേ. താങ്ക് യു. ഹലോ ഹലോ, എവിടെയാ ഉള്ളേ? ഈ ഹോട്ടലിന്റെ പുറത്തുണ്ട്, പുറത്തേക്ക് വാ. ഓ, ഞാനിവിടെ അകത്ത് തന്നെ ഉണ്ട്, ഇപ്പൊ വരാം. ആരെ സ്വപ്നെ, എന്തു പറ്റി? അതൊന്നുമില്ല, നിങ്ങൾ കോഫി കുടിക്ക്, ഞാൻ അപ്പത്തേക്ക് വന്നേക്കാം. ഓക്കെ. ഹലോ ചേട്ടാ, എവിടെയാ? ഞാനിവിടെ വെളിയിൽ തന്നെ നിപ്പുണ്ട്, ഇങ്ങോട്ട് വന്നേക്ക്. ഹലോ, ആരാ ഇത്? എന്റെ പേര് രവി എന്നാ. മറന്നുപോയോ? ഹലോ, നിങ്ങൾ ചോദിച്ചത് ഞാൻ തന്നില്ലേ, പിന്നെ എന്തിനാ ഫോൺ ചെയ്യുന്നേ? 10,000 രൂപയ്ക്ക് ഒതുക്കാൻ പറ്റിയ സൗന്ദര്യമാണോ നിന്റെ? മിനിമം ലക്ഷങ്ങളെങ്കിലും വേണം. ഷട്ടപ്പ്, ലക്ഷങ്ങളോ? നീ എന്നെ ഷട്ടപ്പ് പറഞ്ഞെന്റെ വായടപ്പിക്കാൻ നോക്കുവാണോ? എനിക്കിപ്പോ 1 ലക്ഷം രൂപ കിട്ടിയേ തീരൂ. നീ തന്നില്ലെങ്കിൽ നിന്റെ സൗന്ദര്യം നീ നെറ്റി കണ്ടോ? ഇച്ചിരിയെങ്കിലും മനുഷ്യത്വമുണ്ടോ? പണത്തിന് വേണ്ടി ഒരു പെണ്ണിന്റെ ജീവിതം കളയുവോ? നിന്നെയൊക്കെ ഇല്ലേ? നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാശ് പോയാൽ സമ്പാദിക്കാം. ആ വീഡിയോ നിന്റെ അച്ഛനും അമ്മയും കണ്ടാലുള്ള ഗതി ആലോചിച്ചു നോക്ക്. ചേച്ചി, ചേച്ചി എന്തോ ചേച്ചി, എന്തിനാ കരയുന്നത്? ചേച്ചി പ്ലീസ് എന്താന്ന് പറയൂ. എന്താ ചേച്ചി ഇത്? ഇതെങ്ങനെയാ സംഭവിച്ചേ? എന്നെ ഇതും കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഈ വീഡിയോ ഞാനിവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോ ആര് എങ്ങനെ എപ്പോ എടുത്തെന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ റെസ്റ്റോറന്റിൽ പോയപ്പോ അവന് 10,000 രൂപ കൊടുത്തിരുന്നു. 10,000 കൊടുത്ത മെമ്മറി കാർഡ് തരുമെന്ന് അവര് പറഞ്ഞ്. പേടിക്കണ്ട ചേച്ചി, ഇപ്പൊ അവൻ 1 ലക്ഷം എന്നോട് ചോദിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ചേച്ചി വെറുതെ ടെൻഷൻ ആവണ്ട. ടെൻഷൻ അടിക്കാതെ ഞാൻ എങ്ങനെ ഇരിക്കുന്ന? ഇത് ഇനി വേറെ ആരെങ്കിലും കണ്ട ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. പ്ലീസ് ചേച്ചി, എനിക്ക് ജീവിക്കണ്ട. ചേച്ചി എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നത്? ചേട്ടനുണ്ടല്ലോ. അതെ സ്വപ്നെ, ഞാനുള്ളപ്പോ നീ എന്തിനാ ഭയപ്പെടുന്നേ? ഈ വിഷയം റെസ്റ്റോറന്റ് വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ വെച്ച് അവനെ പണി കൊടുത്ത് ഞാൻ വിട്ടേനെ. ഇപ്പൊ നിങ്ങൾ ഈ പാല് കുടിച്ചിട്ട് കിടക്കാൻ നോക്ക്. അവന്റെ വിഷയം നിങ്ങൾ എനിക്ക് വിട്ടേക്ക്. ഏതായാലും നാളെ അമ്മയും അച്ഛനൊക്കെ നാട്ടിൽ നിന്ന് വരുമല്ലോ. ഓക്കെ, ഇനി ഈ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട.